സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരാണ് പതാക ഉയർത്തുക. കൊച്ചിയിൽ നാവികസേന ദക്ഷിണ മേഖല ആസ്ഥാനത്തും ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സലീം മാലിക് ഉള്ളത്. അതുപോലെ കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ നാവികസേന ആസ്ഥാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യും. ആദ്യം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സലീം മാലിക് ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. പറയൂ, ആഘോഷങ്ങൾ ആരംഭിച്ചോ? SKN തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരും സേനയിലെ വിവിധ ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പതാക ഉയർത്തൽ അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. VK പ്രശാന്ത് MLA ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു ആശങ്ക, ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളതായിരുന്നു ഒരു രാഷ്ട്രീയ കൗതുകം. എന്തായാലും ഈ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി കാര്യമായ റോൾ ഈ ആഘോഷ പരിപാടിയിലില്ല. സാന്നിധ്യം മാത്രമാണ് മുഖ്യമന്ത്രിയുടേതായി ഉണ്ടാവുക. ഗവർണറാണ് ഇവിടെ പതാക ഉയർത്തുന്നത്. അതിനുശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ടും ഗവർണർ തന്നെയാണ് സ്വീകരിക്കുന്നത്. അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും. അതിനുശേഷം ഗവർണർ തന്നെ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ഒപ്പം നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുന്ന ചടങ്ങുണ്ട്. ഈ പരേഡുകളെല്ലാം പൂർത്തിയായതിനു ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്ന പരിപാടിയുണ്ട്. അത് വിവിധ സ്കൂളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വലിയ നിര ഇവിടെയുണ്ട്. ഇപ്പോൾ ആഘോഷ പരിപാടികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഈ ആഘോഷ പരിപാടികൾക്ക് ശേഷം ഗവർണർ നേരെ പോവുക ഇവിടെ നിന്നും രാജ്ഭവനിലേക്കാണ്. രാജ്ഭവനിൽ 9:30 സ്പീക്കർ കൂടി പങ്കെടുക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷവും പതാക ഉയർത്തലുമുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. അതിനുശേഷം ഓരോ ജില്ലകളിലും മന്ത്രിമാർ അവരവരുടെ ജില്ലകളിൽ ജില്ലകളുടെ ചുമതലപ്പെട്ട മന്ത്രിമാരായിരിക്കും അതത് ജില്ലകളിൽ പതാക ഉയർത്തുക. മാത്രമല്ല വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തലുണ്ട്. KPCCയിൽ 10 മണിക്കാണ് പതാക ഉയർത്തൽ. മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ എല്ലാ റിപ്പബ്ലിക് ദിനത്തിനും നടത്തുന്നത് പോലെ തന്നെയുള്ള അറ്റ് ഹോം പരിപാടി ഗവർണർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ അറ്റ് ഹോം പരിപാടി വൈകുന്നേരം 6 മണിക്കാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുമോ എന്നുള്ളത് കൂടി കാത്തിരിക്കുന്നുണ്ട് കേരളം. കാരണം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. ഇത്തവണയും മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെതുൾപ്പെടെയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യത. അതേസമയം മന്ത്രിസഭയിലെ ചില പ്രതിനിധികളെങ്കിലും പങ്കെടുക്കും എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഗവർണർ സ്വീകരിക്കാനായി സേനാ അംഗങ്ങളൊക്കെയും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഓരോ മന്ത്രിമാരായും MLA-മാരായും ജനപ്രതിനിധികളൊക്കെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ഗവർണർ എത്തിയാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി കൂടി ഇവിടേക്ക് എത്തും. അതിനുശേഷം പിന്നാലെ പതാക ഉയർത്തിയതോടുകൂടിയാവും സംസ്ഥാനത്തെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക. ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്ന പരിപാടികളിൽ ഒരു ലളിതമായ പരിപാടിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സാധാരണഗതിയിൽ നടക്കാറ്. ഇത്തവണയും ആ നിലയിൽ തന്നെ ലളിതമായ പരിപാടികളാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒപ്പം സ്കൂൾ വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിവിധ സ്കൂളുകൾ അവരുടെ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക. അതിനായുള്ള വിദ്യാർത്ഥികളെ സജ്ജീകരിച്ചു കഴിഞ്ഞു. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികളെ മാത്രമാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത്. അതും കൃത്യമായ നിയന്ത്രണത്തോടുകൂടി പാസ് നിയന്ത്രണത്തോടു കൂടിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുക. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സലീം മാലിക്. ഇനി കൊച്ചിയിലെ നാവികസേന ദക്ഷിണ മേഖല ആസ്ഥാനത്തും ചടങ്ങുകൾ പുരോഗമിക്കുന്നു. റിപ്പബ്ലിക് ആഘോഷം നിറവിലാണ് നമ്മുടെ നാവികസേന ആസ്ഥാനം. അവിടെ നിന്ന് നമുക്കൊപ്പം അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. പറയൂ, അവിടുത്തെ ആഘോഷ പരിപാടികളുടെ വിശദാംശങ്ങൾ പറയൂ. SKN 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് പരേഡ് നടക്കുകയാണ്. വൈസ് അഡ്മിറൽ V ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരേഡ് നടക്കുന്നത്. അദ്ദേഹമാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് പരേഡ് പരിശോധിച്ച ശേഷം ഇപ്പോൾ നാവികരോട് സംസാരിക്കുകയാണ്.
700 സൈനികരാണ് നാവികസേന ആസ്ഥാനത്ത് ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പല രാജ്യങ്ങളിൽ നിന്നുള്ള ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് പരിശീലനം നടക്കുന്ന ഓഫീസേഴ്സും ഈ പരേഡ് വീക്ഷിക്കാൻ ഇവിടെ ഉണ്ടെന്നാണ്, വേദിയിലുണ്ടെന്നാണ്. ബംഗ്ലാദേശ്, മാൽദീവ്സ്, കാമറൂൺ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഓഫീസേഴ്സും ഇവിടെ പരിശീലനം നടത്തുന്ന ഓഫീസേഴ്സും ഈ നാവികസേനയുടെ ഈ പരേഡ് വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അഗ്നിവീറുകളുടെ 2ാം ബാച്ച്, പെൺകുട്ടികളുടെ 2ാം ബാച്ചും ഈ നാവികസേന ആസ്ഥാനത്ത് പരേഡ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ പരിപാടിയാണ്, വലിയ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് ഇവിടെ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് 7:45 ഈ പരേഡ് തുടങ്ങുന്നത്. വൈസ് കമാൻഡർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ഈ പരേഡ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പോൾ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് നാവികസേന ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ശേഷം അത് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇവിടുത്തെ പരേഡ് ഏതാണ്ട് അവസാനിക്കുകയാണ്. എസ് കെ.